നമ്മുടെ ചെറിയ ബിസിനസ്സിൽ സാധാരണ ഒരു വഴക്കില്ലാണ്ട് ഒതുങ്ങി നിൽക്കാറാണ്. പക്ഷേ അത് സത്യത്തിൽ ആ വഴക്ക് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ആ വ്യക്തിയോടൊരു അകൽച്ച വരും. ആ വ്യക്തി പ്രത്യേകിച്ച് ഓണറാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനോടും അകൽച്ച വരും. ഒരു സിഗ്നൽ കട്ട് ചെയ്യുക എന്നുള്ളത്, അവിടെ സിഗ്നൽ കൃത്യമായിരിക്കും, ഒരു വലിയ സിഗ്നൽ ഉണ്ടാവും, സൈഡിൽ വേറെ സിഗ്നൽ, കൃത്യമായി റോഡിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടാണ് റോഡുകൾ വരച്ചിട്ടുണ്ടാവും. എല്ലാം ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഫൈൻ വെക്കുന്നത്. ഇന്ന് അത് ചെയ്തിട്ടല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലയിടത്തും പല പുതിയ ക്യാമറ വന്നപ്പോഴൊക്കെ. അതെ, അതായത് കൃത്യമായി നമ്മളെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് സൗകര്യങ്ങളും ഒറിജിനലി അവിടെയുള്ള സൗകര്യം ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും നടക്കാത്തത് ആയിരിക്കാം. പക്ഷെ നമ്മളങ്ങനെ ഓരോ ലെവലിൽ മാറി വരണം. തീർച്ചയായിട്ടും മാറി ആവും. ഇപ്പൊ ഇവിടുത്തെ ഒരു സ്ഥിതി പീനലൈസേഷൻ മാത്രമല്ല, ഈ ഫൈനാൻഷ്യൽ പീനലൈസേഷൻ മാത്രമല്ല. ഇപ്പോൾ നമുക്കിവിടെ പോയിന്റ്സ് ഉണ്ടല്ലോ, ബ്ലാക്ക് പോയിന്റ്സ് ഉണ്ടല്ലോ. 2 തവണ തെറ്റിച്ചാൽ ഞാൻ കേട്ടിട്ടുള്ളത് 12 വീതം കട്ടാവും. 25 കടന്നു കഴിഞ്ഞാൽ അടുത്തത് സസ്പെൻഷനാണ്. 6 മാസം, പിന്നെ വാഹനം ഇറക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ പീനലൈസേഷൻ മാത്രം, ഓരോ തവണയും ഇത്ര പൈസ പോകുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പണം ഒന്നുമല്ലാത്ത ആളുകളുണ്ട്, അവരെപ്പോഴും അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈവൺ അതുപോലും അവിടെ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യം തെറ്റിച്ച് 3ാമത്തെ പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വാഹനം ഇറക്കാൻ കഴിയില്ല. നെക്സ്റ്റ്, മനസ്സിലായില്ലേ? അവിടെ ക്ലാരിറ്റി, അവിടെ ആ സിസ്റ്റം ഡിഫൈൻഡ് ആണ്. അടുത്തത് എന്ത് എന്നുള്ളതെല്ലാം അവിടെ ഡിഫൈൻഡ് ആണ്. നമ്മുടെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. ഒരു വാഹനം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ന്യൂസ് പോർട്ടലിൽ വായിച്ചിട്ടുണ്ട്, ഒരു ലേഡിക്ക് സ്കൂട്ടർ ഏകദേശം പീനലൈസേഷൻ 1,00,000 ചില്ലാൻ രൂപ പീനലൈസേഷൻ വന്നിട്ടുണ്ട്. അത് ഒറ്റ തവണ വന്നതല്ല, ഒരുപാട് പ്രാവശ്യങ്ങളായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ പീനലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ പീനലൈസേഷൻ മാത്രമാണ് നടക്കുന്നത്. മനസ്സിലായി? സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട്. 2 പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ 3ാമത്തേന് വണ്ടി പിടിച്ച് അകത്തിടുന്ന സാഹചര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകും. അതെല്ലാവരും കൺസിഡർ ചെയ്തിട്ടാണ്. കൂടുതലും കൺസിഡർ ചെയ്യുന്നത് ഈ നമ്മളുടെ പോപ്പുലേഷൻ കൂടുതലും ഒരു ആവറേജിൻ്റെ താഴെയുള്ള ആളുകൾ ഫൈനാൻഷ്യലി. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങളെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വൈകിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ ശരിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നതാണ് ഈ ചർച്ച. ഇങ്ങനെ കാരണം എന്താണെന്നറിയോ, നമ്മളെ ചെറിയ ബിസിനസ് അല്ലേ, അവിടെ എന്ത് ചെയ്യാം, ഈ ഫൈനുകൾ കൊടുക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം വലിയ സ്ഥലങ്ങളിൽ, വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വലിയ ഫൈനുകൾ കൊടുത്തിട്ടാണ് അവിടെ കൃത്യമായി കൊണ്ടുപോകുന്നത്. ഇതൊന്നും നടക്കില്ല, ഫൈനും ഇല്ല, ഒന്നുമില്ല, തോന്നിയ പോലെ നടക്കുന്ന രീതിയിലായാൽ ആ കമ്പനി ഒരിക്കലും മുതലെടുത്ത് പോകില്ല. അപ്പോൾ ഇന്ത്യനെയും മറ്റു രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ വെറുതെ നമ്മൾ മോശം, ഇവിടെ ഭയങ്കര സംഭവം എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല. ഇതൊന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മളെ കയ്യിലൊരു സ്ഥാപനം ഉണ്ടല്ലോ, അതിനെ നമുക്ക് വലുതാക്കി കൊണ്ടുവരണമല്ലോ. ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഈ ഗത ഉപയോഗിക്കാതിരിക്കരുത്. അതാണ് ഈ കഥയില്. ഗത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് ഏത് തരത്തിൽ വേണം. ചിലപ്പോൾ അവരുടെ അപ്രൈസൽ ഡിലേ ചെയ്തിട്ടായിരിക്കാം. മനസ്സിലായില്ലേ? കിട്ടേണ്ട സമയത്ത് അവർക്ക് അപ്രൈസൽ കിട്ടാണ്ടിരിക്കുമ്പോഴൊക്കെ ചിലത് പീനലൈസേഷനാണ്. ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം പോലീസ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനെയുള്ള ഒരു അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്ഫർ അടിച്ചു കൊടുക്കും. ഇങ്ങനെ പീനലൈസേഷൻ ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ടെങ്കിലും നമ്മുടെ ചെറിയ ബിസിനസ്സിൽ സാധാരണ ഒരു വഴക്കില്ലാണ്ട് ഒതുങ്ങി നിൽക്കാറാണ്. പക്ഷേ അത് സത്യത്തിൽ ആ വഴക്ക് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ആ വ്യക്തിയോടൊരു അകൽച്ച വരും. ആ വ്യക്തി പ്രത്യേകിച്ച് ഓണറാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനോടും അകൽച്ച വരും. ഇതുകൊണ്ടാണ് നമ്മൾ ഹയറാർക്കി കുറച്ചൊന്ന് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ഹയറാർക്കി യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മുടെ എൻട്രി ലെവലിലുള്ള എംപ്ലോയീസിനോട് നമ്മൾ ഓണേഴ്സ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെന്തെങ്കിലും അവരെ ശകാരിക്കുകയാണെങ്കിൽ അവരെ വളരെ വലിയ രീതിയിൽ അതിന് മുറിവേൽപ്പിക്കും. ഒന്നുകൂടി പറയാം, നമ്മളുടെ എൻട്രി ലെവലിലോ അല്ലെങ്കിൽ നമ്മളുടെ തൊട്ട് താഴെ അല്ലാത്ത എംപ്ലോയീസിനോട് നമ്മൾ ചെന്ന് അവരോട് നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്ത് മേ ബി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ അവർക്ക് പിന്നെ അവരുടെ ഭാഗത്ത് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെന്ന് അവർക്ക് തോന്നിയാൽ പോലും അവർക്ക് വേറെ ഒരാളോട് പറയാനില്ല. ഇനി ഏറ്റവും മുകളിലുള്ള ആളാണിത് പറയുന്നത്. അവിടെ അകൽച്ച സ്ഥാപനത്തിനോട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹയറാർക്കി യൂസ് ചെയ്യുന്ന സമയത്ത് അയാളോട്, ഇപ്പോൾ എ ലെവലിലുള്ള ആളോട് ബി ലെവലിലുള്ള അയാളുടെ മാനേജറാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ ഈ എ ലെവലിലുള്ള ആൾക്ക് അത്
മാനേജർ പറയുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും സ്ഥാപനത്തിനോട് ദേഷ്യം തോന്നില്ല. കാരണം അതിന്റെ മുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ അതിന്റെ മുകളിൽ ആളുകളുണ്ട്. കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്ന പോലെ ഇവിടുന്ന് നീതി കിട്ടിയില്ലെങ്കിൽ തൊട്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് അവർക്കുണ്ട്. എക്സാക്ട്ലി. അപ്പൊ ഇതൊക്കെ നമ്മളവിടെ ഡിഫൈൻ ചെയ്യുന്നിടത്താണ് ഇതൊരു കുറച്ചൊരു പെർഫെക്ഷൻ രീതിയിലോട്ട് കാര്യങ്ങൾ വരുന്നതെന്നുള്ള. അപ്പൊ ഈ ഗത യൂസ് ചെയ്യുമ്പോൾ ഒരാൾ തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഓടി ചെന്നിട്ട് നമ്മൾ അയാളെ വഴക്ക് പറയുന്നുള്ളത് ശരിയല്ല. വേറെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഗത യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പറയാണ്, നമ്മൾ ശരിക്ക് പഴയ കാലം പോലെയല്ല. പക്ഷെ നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്ത് നീ തെറ്റ് ആവർത്തിച്ചാൽ ഫസ്റ്റ് ഒരു വാർണിംഗ് ലെറ്റർ, സെക്കൻഡ്, തേർഡ്, അത് കഴിഞ്ഞാൽ ഇത്ര ഫൈന്. അപ്പോൾ ഇവിടെ ഈ ഒരു തെറ്റ് ചെയ്യുന്നവർ തന്നെ മനസ്സിലായി. ഇനി അത് നമുക്ക് അങ്ങനത്തെ വലിയ ഡയലോഗുകളൊന്നും പറയേണ്ട ആവശ്യം. ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, ഒരിക്കലും ഒരു അബ്യൂസ് അവിടെ നടക്കുന്നില്ല. അവർ ഫസ്റ്റ് തെറ്റ് കഴിഞ്ഞാൽ ഉടനെ ഒരു വാർണിംഗ് ലെറ്റർ വരും, സൈൻ പ്ലീസ്. അത് കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ കൊടുക്കുക, ഞാൻ പിടിച്ചോളൂ പ്ലീസ്, സൈൻ ചെയ്ത് വാങ്ങുമ്പോൾ താങ്ക് യു എന്നിട്ടാണ് HR അത് വാങ്ങിക്കൊണ്ടുപോകുന്നത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, തമ്മിൽ തെറ്റുന്നില്ല. നെക്സ്റ്റ് വരുമ്പോഴും രണ്ടാമത്തെ വന്നിട്ടുണ്ട്, ഇതാ പിടിച്ചോളൂ, സൈൻ ചെയ്തോളൂ, താങ്ക് യു പറഞ്ഞിട്ടാണ് അവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി എന്തല്ല, ഈ ഏറ്റവും നല്ലൊരു സിസ്റ്റമാറ്റഡ് കമ്പനിയിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുന്നേ ഇല്ല. അപ്പോൾ ഗത എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴാണ് ഈ സിസ്റ്റമാറ്റഡ് കമ്പനികളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവിടെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സ് കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ജീവനക്കാർ വന്ന് ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ ഊരുന്ന ആളോട് നമുക്ക് ദേഷ്യം തോന്നും. അതേസമയം നമ്മളുടെ ജിമെയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയ്ഡ് സർവീസ് ഓൺലൈൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേണ്ട സിം റീചാർജ് ചെയ്തില്ല, കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അവരോട് ദേഷ്യം തോന്നുന്നു? ഇല്ല. നമ്മൾ ഉടനെ ഓടി ചെന്ന് പൈസ ഉണ്ടാക്കി അത് റീചാർജ് ചെയ്യും. ഒരു വ്യക്തിയോടും നമ്മളത്, വ്യക്തികൾ എവിടെയൊക്കെ ഈ ഗത പിടിക്കാൻ നിൽക്കുന്നുണ്ടോ നേരിട്ട് പ്രശ്നങ്ങളുണ്ട്. നേരിട്ടില്ലാത്ത രീതിയിൽ മാത്രമല്ല, ഇവന് തന്നെ മനസ്സിലാവും ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, എനിക്കിത് വരാനുണ്ട് ബാക്കിൽ. ഇപ്പൊ ഞാൻ 80 സ്പീഡിൽ യാത്ര ചെയ്തു, എനിക്കറിയാം നെക്സ്റ്റ് എനിക്ക് അടുത്ത ബില്ല് പേ ചെയ്യേണ്ടി വരും. അതെ, അപ്പം എന്ന രീതിയിലാവുമ്പോൾ നമ്മൾ ഈ എന്താ തലയിൽ എന്നുള്ള ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല അവന് ക്ലാരിറ്റി ഉണ്ട്. എൻ്റെ വാഹനം 80 സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ക്ലാരിറ്റി. ഇവിടെയൊക്കെ ഇത് കൃത്യമാക്കണം. നമ്മളെ എംപ്ലോയീസിന് അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ടീമിന് അവരുടെ ഡ്യൂട്ടി എന്താണെന്നും അവരുടെ അക്കൗണ്ടബിലിറ്റി എന്താണെന്നും അവൻ ഈ സ്ഥലത്ത് ഈ ഷോപ്പിൽ അവൻ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമോ അവർക്ക് അതിന് ശേഷം ഇത് തെറ്റിച്ചാൽ ഇന്നതായിരിക്കും എന്നുള്ളത് അതുപോലും കൃത്യമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ കൂടും, ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരും, കുറഞ്ഞാൽ ഉപയോഗപ്പെടില്ല, കൂടിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചിങ്ങോട്ട് പറയും. അവിടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു രൂപമായിട്ട് മാറും.